കെൻ കരുണാസ് നായകനായിട്ടുള്ള യൂത്ത് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം ഒരു റൊമാൻറ്റിക് കോമഡിയാണ്. അതെ, ദിസ് ഇസ് എ റൊമാൻറ്റിക് കോമഡി വിച്ച് ഹാസ് സിമിലർ എലമെന്റ്സ്, ഒരേ പോലത്തെ എലമെന്റ്സ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള പോലത്തെ എന്താ പറയുക ക്ലീഷേ ഒരു പരിപാടിയാണ് സിനിമ. ബട്ട് ദെൻ ദ മേജർ പോയിന്റ് ഈസ് ഇറ്റ്സ് പ്രസന്റേഷൻ. അതിൻ്റെ പ്രസന്റേഷൻ ആണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പരിപാടി എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ എന്താ പറയുക ഡ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രാഗൺ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ട് പോലുള്ള ഒരു 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 എന്താ പറയുക ഒരു നടനാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറാണ് നമ്മുടെ കെൻ കരുണാസ് ചെയ്യുന്ന പ്രവീൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഹീ ഈസ് ഇൻ 10th സ്റ്റാൻഡേർഡ്, ഹീ ഈസ് പ്രൊമോട്ടഡ് ടു 12th സ്റ്റാൻഡേർഡ്, ബട്ട് ഹി ഹാസ് ഗോട്ട് മെനി ഗേൾ ഫ്രണ്ട്സ്. അതെ, ഗേൾ ഫ്രണ്ട്സ് തന്നെയാണ് ഈ കെൻ കരുണാസ് അല്ലെങ്കിൽ പ്രവീൺ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അപ്പോൾ ഇവരുമായിട്ട് ഹൗ ഇസ് ഹി ഗോയിങ്, എങ്ങനെയാണ് ഈ ഇവരായിട്ടുള്ള റിലേഷൻഷിപ്പ് പോകുന്നത്, തന്നെയാണ് ഒരു റൊമാൻറ്റിക് കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആൻഡ് വി ഹാവ് ഓൾ ദിസ് സ്റ്റഫ് ഇൻ ദിസ് മൂവി. Presentation is the major highlight in this movie, even though this movie has a cliche storyline or similar story which we have seen before. So yeah, Ken Karunas, who is also the director of the movie, has done a fine job because he is able to keep the audience engaged with the way the movie is made. അതായത് ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ബിക്കോസ് അത്തരം എലമെന്റ്സ്, പാട്ടുകളാണെങ്കിൽ പാട്ട്, കോമഡി ആണെങ്കിൽ കോമഡി, ഒരു സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ദോ നമ്മളും ആ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട് തന്നെ വി വിൽ ബി ഏബിൾ ടു കണക്ട്. അതായത് സിൻസ് എന്താ പറയുക, ഇനിയിപ്പോൾ നമുക്ക് അതല്ല കണക്ട് ആവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സാധനം ദിസ് Ken Karunas, he has been able to do it very interestingly. So yeah, പിന്നെ സുരാജ് വെഞ്ഞാറമൂട് ആൻഡ് അതർ ആക്ടേഴ്സ്. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു കിടിലൻ, he has done a very perfect job. അതായത് പുള്ളി he is also there in other Tamil movies. Jailer 2 ഉണ്ട്, he is there in വീരധീര സൂരൻ. ഈ സിനിമയിലും he has done a very fine job. This movie basically it has superb songs, it is being presented in a very good way, and yeah, ഇതൊരു ക്ലീഷ്യസ് സ്റ്റോറിയാണ്. ബട്ട് ദെൻ this won't make you like feel bored or there is no lag. You can just watch the movie. Tamil movie ആയതുകൊണ്ട് കുറച്ച് ക്രിഞ്ച് പരിപാടികളൊക്കെ ഉണ്ട്. ബട്ട് ദെൻ ദാറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ് ബിക്കോസ് നന്നായിട്ട് വന്നിട്ടുണ്ട്, രസമാണ്. യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്.